നമ്മളിപ്പോൾ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ്. നമ്മളിപ്പോൾ അവിടുത്തെ ക്ഷേത്രം പ്രസിഡൻറ്റിനെ ഗോപി സാറിനെ കണ്ടിട്ടുണ്ട്. അവർ ക്ഷേത്ര ദർശനത്തിന് പോകുന്നത്. ഇന്ന് തൊട്ട് ഇവിടെ രാമായണ മാസം ആരംഭിക്കുകയാണല്ലോ. സാറേ എന്താണ് പറയാനുള്ളത്? എങ്ങനെ തിരക്കൊക്കെ എങ്ങനെയുണ്ട്? എല്ലാ ഭക്തജനങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാക്കിയിട്ടുണ്ട്? നാലമ്പല ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് കർക്കിടക മാസം 1-ാം തീയതി ഇന്ന് അതിൻ്റെ ദർശനം ആരംഭിക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ക്ഷേത്രം ജീവനക്കാരും ദേവസ്വം ജീവനക്കാരും ഒരുക്കിയിട്ടുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ നാലമ്പല ദർശനത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും അതിൽ നിന്നും കൂസാതെ തന്നെയാണ് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ കൗണ്ടറുകളും വഴുതനങ്ങ നിവേദ്യവും അവിൽ, പായസം, അതുപോലെ തന്നെ മീനൂട്ട്, പ്രസാദകൂട്ട്, പ്രസാദ കഞ്ഞി, എല്ലാ കാര്യങ്ങളും ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ മനോഹരമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യവും ഇരിങ്ങാലക്കുട ദേശവും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഗ്രൗണ്ടും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തുടർന്ന് എല്ലാ ദിവസവും ഈ കർക്കിടക മാസം ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി വലിയ പന്തലുകളാണ് ക്ഷേത്രത്തിനകത്തും പുറത്തും സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ ഇരുന്ന് വിശ്രമിച്ച് വളരെ സാവകാശം സമയമെടുത്ത് ഭഗവാനെ തൊഴുന്നതിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സാർ. നേരത്തെ ഇന്നലെ നമുക്ക് അതെ ഒരു നാലമ്പലം തുടങ്ങില്ലേ? അപ്പോൾ ഇങ്ങനെ തിരക്ക് തുടങ്ങിയ പിന്നെ തിരക്ക് തുടങ്ങിയല്ലേ? അതല്ലേ, ശരി. ആ ആ ആ ആ ആ ആ